ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ 5-in-1 ടോർട്ട് കേക്കാണ്. അപ്പോൾ വൈറ്റ് ടോർട്ട് കേക്കാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. 5 ലെയറായിട്ട് വരുന്ന ഈ ഒരു കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് എങ്ങനെയാണ് വളരെ ചിലവ് കുറച്ച് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കേക്ക് സാധാരണയായിട്ട് ഉണ്ടാക്കുക ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന മിൽക്കി ബാർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. ഒരു അരിപ്പയിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഇത് നല്ലോണം തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പൈനാപ്പിൾ എസൻസ് ഇല്ല, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കേക്ക് ഉണ്ടല്ലോ, അതേ ഒരു സ്മെല്ലിൽ നമുക്ക് കിട്ടും. ഈ ഒരു മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും നമ്മുടെ ഈ ഒരു കേക്കിൽ വരില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. കപ്പ് പൊടിച്ച പഞ്ചസാരപ്പൊടിയാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാരപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മുട്ട നന്നായിട്ട് പതഞ്ഞിട്ട് വരണം കേട്ടോ. നല്ലൊരു ക്രീം കളർ ആയിട്ട് വരുന്ന വരെ ഈ ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നാലാണ് നമുക്ക് കേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ പതഞ്ഞിട്ട് ഇങ്ങനെ ക്രീം കളറിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നേരം ഇളക്കിയെടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഇളക്കിയെടുക്കരുത്. ഈ ഒരു ഫ്ലോർ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതിയിട്ട്, എന്നാലാണ് നമുക്ക് കേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ പതുക്കെയാണ് കേട്ടോ അത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ആ ഒരു സ്പാച്ചിലൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞിട്ടൊക്കെ കിട്ടിക്കോളും. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാൽ വേണം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു പാലൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം പതുക്കെ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 30 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റീൽ പാത്രം ഞാൻ ഒരു 5 മിനിറ്റോളം നല്ലോണം തന്നെ ചൂടാക്കിയതിന് ശേഷമാണ് ഈ ഒരു ബാറ്റർ ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ഒരു പാത്രത്തിൽ ഉപ്പൊന്നും ഇടാതെയാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അതിലൊരു സ്റ്റാൻഡ് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് എനിക്കിഷ്ടമില്ല. ഉപ്പ് ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ ഒരു തരം മണമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഹോൾസ് ഉള്ള മൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ അതേ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ അതേ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിലത്തെ ഫസ്റ്റ് ലെയർ. 1/2 kg സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്ന അളവാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ 1 കിലോയുടെയൊക്കെ കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ എടുത്തിട്ടുള്ള ഈ ഒരു 1/2 kg അളവുണ്ടല്ലോ, അത് നമ്മൾ ഡ്രീം കേക്കിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടൊക്കെ വരുമ്പോഴേക്കും ഒരു 1/4 കിലോയുടെയൊക്കെ അടുത്തൊക്കെ വരും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കിയിട്ടെടുക്കാം.
സെക്കൻഡ് ലെയർ തയ്യാറാക്കാനായിട്ട് ഞാനിതിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില 75 രൂപയാണ് കേട്ടോ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂണോ അതല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 100 ml നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വല്ലപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ പൗഡർ വെച്ചിട്ട് ക്രീം റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. വിപ്പിംഗ് ക്രീമായിട്ട് വരുന്ന പാക്കറ്റൊക്കെ ഉണ്ടല്ലോ, 1 ലിറ്റർ 1/2 ലിറ്ററൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ബാക്കിയായിട്ട് വരും. എനിക്കൊക്കെ 1 ലിറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 ലിറ്ററാണ് കിട്ടുക കേട്ടോ. അതിന് 250 രൂപ എന്തോ ആണ്, കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയായിട്ട് വരാറുണ്ട്. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്കിന് ഇത്രയ്ക്ക് സ്റ്റിഫാക്കിയിട്ട് എടുക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് നല്ല വിപ്പിംഗ് ക്രീമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാം എന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബീറ്റർ ഒന്ന് മാറ്റാം. ഇനി വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക, ലിങ്ക് കൊടുത്തേക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. 3rd ലെയർ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് നമുക്ക് 3rd ലെയറിനായിട്ട് ഞാനിവിടെ ഹേസൽനട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് കാഷ്നട്ടോ അതല്ലെങ്കിൽ ബദാം പരിപ്പൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇതൊരു മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ അതേ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4th ലെയർ റെഡിയാക്കിയിട്ട് എടുക്കാം. 4th ലെയർ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ 2 മിൽക്കി ബാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു 2 മിൽക്കി ബാർ കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ, കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 മിൽക്കി ബാർ എടുത്തിട്ടാണ് ഈ ഒരു ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചത് 2 എണ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബൗളിൽ ഒട്ടും വെള്ളം നനവൊന്നും പാടില്ല. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം അങ്ങനെ തന്നെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വന്നോളും. ഇപ്പോൾ അതേ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊരു ചൂടുണ്ടാവും. ഈ ഒരു ചൂടൊന്ന് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനിതേ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടിന്നിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ടിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ടിന്നിലൊന്നും ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു പാത്രമൊക്കെ ഉണ്ടായാലൊക്കെ മതി. പിന്നെ സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ അതുപോലത്തെ ടിന്നൊക്കെ മേടിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ചിലവൊക്കെ കുറച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ കേക്ക് ടിന്നിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലൊന്ന് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു മിക്സാണ്. അത് ചൂടാറിയതിന് ശേഷം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഷുഗർ സിറപ്പും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു ക്രീം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് കേട്ടോ ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിന് ഇതുപോലെ വിപ്പിംഗ് ക്രീം ലൂസായാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ ക്രീമും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി ഞാൻ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ക്രീമൊക്കെ പോയിക്കോളും. ഇപ്പോൾ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്കിൽ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമൊക്കെ ചൂടാക്കിയിട്ടൊക്കെ ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ടൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഇതിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് കാണാം. പക്ഷേ ഞാൻ ആ ഒരു ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് ചോക്ലേറ്റൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് 3rd ലെയർ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹേസൽ നട്ട്സ് റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഹേസൽ നട്ട്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേക്കൊക്കെ കഴിക്കാൻ. അപ്പോൾ ഈ ഒരു ഹേസൽ നട്ട്സിന് വെറും 130 രൂപ ഉള്ളൂ കേട്ടോ ചെറിയൊരു പാക്കറ്റിന്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിയിട്ടൊക്കെ ചെയ്യണേ.
അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കുറേ പേര് കമൻറ്റായിട്ട് അങ്ങനെ ചോദിക്കണ കാണാം, ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ എത്ര രൂപയായിരുന്നു വന്നത്, പിന്നെ ഈ ഒരു ഹേസൽനട്ട്സ് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക, അതിന് എത്ര രൂപയാണ്, ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യണ പാത്രം എത്ര രൂപയാണ്, അങ്ങനെയൊക്കെ ചോദിക്കണ കാണാം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ഇങ്ങനെ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വളരെ ചിലവ് കുറച്ചിട്ട് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ കേക്ക് കഴിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടില്ല, എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് 4th ലെയർ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഇതേ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ 5th ലെയറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവണ പോലെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല മധുരമുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു പഞ്ചസാരപ്പൊടി ഇങ്ങനെ വളരെ കനം കുറച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാരപ്പൊടിയുടെ പകരം നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ ഒരു കേക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഹേസൽനട്ട്സ് ഇങ്ങനെ കാരമൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്യുക, അതിൽ ഈ ഒരു ഹേസൽനട്ട്സ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 ലെയർ ആയിട്ടുള്ള 5 in 1 ടോർട്ട് കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പാത്രം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്